Hello guys, welcome to the new video. Today we are going to learn English language through a song for kids. Okay, ഇന്ന് നമ്മൾ പുതിയൊരു പാട്ട് ഒരു സോങ്ങിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. ആ സോങ്ങിൻ്റെ വരികളിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്റ്റേണലായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അതും കൂടെ ചേർത്തിട്ടാണ് പ്രൊനൗൺസിയേഷൻ ഉൾപ്പെടെ. അത് കൂടാതെ നമുക്കൊരു ടെൻസ് അതിനകത്തൂടെ പഠിക്കാൻ പറ്റും, പാസ്റ്റ് ടെൻസ്. അതായത് കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു കാര്യം പറയുന്നതാണ് ഈ ഒരു പാട്ടിലൂടെ. അതിൻ്റെ മീനിങ് ഇതാണ്: ഒരു ഫാമർ ഉണ്ടായിരുന്നു. ആ ഫാമറിന് ഒരു ഡോഗ്, ഒരു നായ കൂടെ ഉണ്ടായിരുന്നു. ആ നായയുടെ പേര് ബിങ്കോ എന്നായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഈ ഒരൊറ്റ രണ്ട് വരിയേ ഉള്ളൂ, 2-3 വരിയേ ഉള്ളൂ. ഓക്കെ, ഈ 3 വരി സോങ്ങിനകത്ത് നിന്ന് നമുക്ക് പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കൂടെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് പാടി തുടങ്ങാം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് വായിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ ടൈറ്റിലായിട്ട് കൊടുക്കുന്നുണ്ട്, സബ് ടൈറ്റിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷും ആസ് വെൽ ആസ് ഇൻ മലയാളം. ഓക്കെ, ആ മലയാളത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കിട്ടും. ഇംഗ്ലീഷ് വായിച്ച് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് സെൻറ്റൻസ് വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. There was a farmer had a dog and Bingo was its name. Oh, B-I-N-G-O, B-I-N-G-O, B-I-N-G-O and Bingo was its name. Oh, ഒന്നുകൂടെ പാടാം. There was a farmer had a dog and Bingo was his name. Oh, B-I-N-G-O, B-I-N-G-O, B-I-N-G-O and Bingo was his name. Oh, അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? അതായത് there was a farmer, അതായത് ഒരു ഫാർമർ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈസ് എന്നുള്ള വേർഡെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, എൻ്റെ ടെക്നിക്കൽ നെയിംസ് എനിക്ക് അത്ര അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈസ് എന്നുള്ള ആ വേർഡ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വാസ് എന്നുള്ളതാണ്. അപ്പം ഫാർമർ ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ there is a farmer എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫാർമർ ഉണ്ട്. പക്ഷെ ഉണ്ടായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ there was a farmer എന്ന് വെച്ചാൽ ഒരു ഫാർമർ ഉണ്ടായിരുന്നു. അപ്പം അതാണ് അതിൻ്റെ വ്യത്യാസം. There was a farmer had a dog, ഒരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ഒരു ഫാർമർ ഉണ്ടായിരുന്നു, ആ ഫാർമറിന് ഒരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹാഡ്, ഹാസ്, ഹാവ്, ഹാഡ് ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ട്. അപ്പം അത് പാസ്റ്റ് ടെൻസ് ആണ്. എന്ത്? ഹാഡ്. ഹാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഹാസും ഹാവും അതൊക്കെ പ്രസൻറ്റ് ടെൻസിൽ വരുന്നതാണ്. ഹാഡ് എന്ന് പറയുമ്പോഴത്തേക്കും പാസ്റ്റ് ടെൻസിലേക്ക് പോകും. അപ്പം ഹാഡ്, അപ്പം അത് നമ്മൾ പഠിച്ചു. അപ്പം there was a farmer had a dog, dog, D-O-G, dog. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഓ വരുന്നിടത്തെല്ലാം എന്നുള്ള പ്രൊനൗൺസിയേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഡോഗ്. ഓക്കെ, there was a farmer had a dog and Bingo was his name. Oh, B-I-N-G-O, B-I-N-G-O, B-I-N-G-O and Bingo was his name. Oh, അപ്പം ബിങ്കോ എന്നുള്ളതായിരുന്നു ആ നായയുടെ പേര്. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതും ആയിരുന്നു എന്ന് വെച്ചാൽ അതും പാസ്റ്റ് ടെൻസ് ആണ്. അന്ന് അതായത് ഫാർമറിനൊരു ഫാർമർ ഉണ്ടായിരുന്നു, ആ ഫാർമറിനൊരു ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ആ ഡോഗിൻ്റെ പേര് ബിങ്കോ എന്നായിരുന്നു. ഇതെല്ലാം നോക്കിയേ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് പാസ്റ്റ് ടെൻസ് പഠിച്ചു, അതിൻ്റെ പ്രൊനൗൺസിയേഷനും പഠിച്ചു. ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു പോകുന്നതിൻ്റെ മെത്തേഡ്. ഓക്കെ, നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് സോങ്സിലൂടെ പഠിക്കാം, ചില സെൻറ്റൻസിലൂടെ പഠിക്കാം, ചില ആളുകൾ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷനിലൂടെ പഠിക്കാം. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൻ്റെ വേർഡ്സ് എന്തെല്ലാമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കാം. നമുക്ക് വൊക്കാബുലറീസിന് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ
ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഓരോ ഒബ്ജക്ട്സിൻ്റെയും പേരുകൾ നമ്മൾ പഠിക്കാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തിങ്ക് ഇൻ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷിൽ നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള വേർഡ്സ് നമ്മളുടെ മനസ്സിൽ ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റൂ. ഇപ്പം ഞാനും ഇമ്പ്രൂവ് ആയി വരുന്നു എന്നൊരു തോന്നൽ എനിക്കും ഉണ്ട് ഇപ്പോൾ. അപ്പം അത് നമുക്ക് ഒരുമിച്ച് ഡെവലപ്പായി വന്നാൽ നമുക്ക് എല്ലാവർക്കും ഗുണം. ഓക്കെ, വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ സെൻറ്റൻസ് ഓരോ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ആ രൂപത്തിലുള്ള സെൻറ്റൻസുകളാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ ലൈക്ക് ഷെയർ ഇതെല്ലാം ചെയ്തോണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഒരു സഹായമാണ്. അതായത് എനിക്കിതിനൊരു പ്രചോദനം എന്ന് വെച്ചാൽ നമുക്കിത് മുമ്പോട്ട് പോകാനും നിങ്ങൾക്കിത് പഠിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പഠിക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനോട് കൂടി നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനുള്ള ഒരു മെത്തേഡ്. അപ്പോൾ അത് ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ അത് പഠിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സോങ് 2 തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പാടാം. എല്ലാവരും ഒന്ന് കൂടെ പാടുക. ഓക്കെ, റെഡി, ലെറ്റ്സ് സ്റ്റാർട്ട്. There was a farmer had a dog and Bingo was his name. Oh, B-I-N-G-O, B-I-N-G-O, B-I-N-G-O and Bingo was his name. Oh, ഒന്നുകൂടെ. There was a farmer had a dog and Bingo was his name. Oh, B-I-N-G-O, B-I-N-G-O, B-I-N-G-O and Bingo was his name. Oh, ഓക്കെ, അപ്പം ബൈ. പുതിയ വീഡിയോയിൽ ഉടനെ വരുന്നതായി. ബൈ.